കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ബൈജൂസ് കമ്പനി ജീവനക്കാരോട് വർക്ക് ഫ്രം ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. രാജ്യത്തുടനീളമുള്ള ഓഫീസുകൾ കമ്പനി ഒഴിഞ്ഞതായാണ് വിവരം. 300ഓളം ഓഫ്ലൈൻ സെന്ററുകൾ ഒഴികെയുള്ള എല്ലാ ഓഫീസുകളും അടച്ചുപൂട്ടുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ബംഗളൂരുവിലെ ആസ്ഥാന ഓഫീസ് മാത്രമാണ് തൽക്കാലം നിലനിർത്തുക. 20,000-ലധികം ജീവനക്കാർക്ക് ബൈജൂസ് നൽകാനിരുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം വിതരണം ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നതിന് തൊട്ടുപിന്നാലെയാണ് ഈ നീക്കം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് നിർദ്ദേശം. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. ബൈജൂസ് ഇന്ത്യ സിഇഒ അർജുൻ മോഹൻ നടപ്പാക്കുന്ന പുനഃക്രമീകരണ പദ്ധതിയുടെ ഭാഗമായാണ് കമ്പനി ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ബൈജൂസ് ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തനം തുടരും. ഫെബ്രുവരി മാസത്തെ ശമ്പളം മാർച്ച് 10-നകം ലഭിക്കുമെന്ന് ബൈജൂസ് സ്ഥാപകനും സിഇഒയുമായ ബൈജു രവീന്ദ്രൻ ജീവനക്കാർക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ശമ്പളം നൽകുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു. ബൈജു രവീന്ദ്രനും കമ്പനിയുടെ ചില ഓഹരി ഉടമകളും തമ്മിൽ പുതിയ ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുകയാണ്. നിയമപ്രശ്നത്തോടൊപ്പം കമ്പനിക്കുള്ളിലും ബൈജൂസ് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ബൈജൂസിന്റെ മാതൃസ്ഥാപനത്തിലടക്കം അടുത്തിടെ അസാധാരണ യോഗം ചേർന്ന് സിഇഒ ബൈജു രവീന്ദ്രനെ കമ്പനിയിൽ നിന്ന് നീക്കം ചെയ്യാനും ബോർഡ് പുനഃസംഘടിപ്പിക്കാനും അടക്കമുള്ള പ്രമേയങ്ങൾ പാസാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.